ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയാൽ നമുക്ക് ഒരു സൈഡിൽ ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി മറ്റേ സൈഡിൽ നമുക്ക് അതിനെ മാച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ ഡിസിപ്ലിൻ, ഡിവിഷൻ ഓഫ് വർക്ക്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സ്കെയിലർ ചെയിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പൊ ഈ സൈഡിൽ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, അത് ഒബീഡിയൻസിന് വേണ്ടി, അനുസരണയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഡിസിപ്ലിൻ എവിടെയാണ് വരുന്നത്? ഒബീഡിയൻസിലാണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ആണ് നോക്കി ഡിവിഷൻ ഓഫ് വർക്ക്. എന്തിനാണ് വർക്ക് ഡിവൈഡ് ചെയ്യുന്നത്? സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. വർക്ക് സ്പെഷ്യലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെ. സ്പെഷ്യലൈസ്ഡ് ആളുകളെ നമ്മൾ ആ വർക്കുകൾ ഏൽപ്പിക്കുന്നു. സോ അവിടെ വരുന്നത് സ്പെഷ്യലൈസേഷൻ ആണ്. നെക്സ്റ്റ് ആണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അതെന്താ വെച്ചാൽ ഒരേപോലെയുള്ള വർക്കുകളെ നമ്മൾ ഒരേ ഡയറക്ടറിന്റെ കീഴിൽ, ഒരേ പ്ലാനിന്റെ കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, സോ അവിടെ യൂണിറ്റി ഓഫ് ഡയറക്ഷനിലോട്ട് വരുന്ന സമയത്ത് എവിടെയാണ് വരുന്നത്? ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ ഹെഡ് വൺ പ്ലാൻ. ഒരു ഹെഡിന്റെ കീഴിലാണ് അവിടെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്കെയിലർ ചെയിൻ. സ്കെയിലർ ചെയിൻ എന്ന് വെച്ചാൽ ടോപ്പ് അതോറിറ്റി A to B, B to C, C to D ആ രീതിയിലായിരിക്കും കമാൻഡ് കൂടെ. എമർജൻസി കേസിൽ മാത്രം എന്ത് ചെയ്യാം? ഒരേ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്ന പേരായിരുന്നു ഗ്യാങ് പ്ലാങ്. ഓക്കെ, അപ്പൊ സ്കെയിലർ ചെയിനിൽ വരുന്ന ഗ്യാങ് പ്ലാങ്. ലാസ്റ്റ് യൂണിറ്റി ഓഫ് കമാൻഡ്. നമുക്കറിയാം യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ ഒരൊറ്റ സുപ്പീരിയറിന്റെ അടുത്തുനിന്ന് മാത്രം ഓർഡർ റിസീവ് ചെയ്യുന്നു. അതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ആരുടേതാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.